സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം. ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കമാണ് ജില്ലാ പ്രസിഡന്റ് അനിമോൻ പണം ആവശ്യപ്പെടുന്നത്. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിന് ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ നിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ടും പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. എന്തുവാടെ ഇതൊക്കെ? ഇങ്ങനെ ലക്ഷങ്ങൾ കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റൂ. പിന്നെ അതൊരു പുതിയ അറിവൊന്നുമല്ല. ബാർ കോഴ എന്ന പേര് കുറച്ചു കാലമായി നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം അത് വീണ്ടും കേൾക്കുന്നു എന്ന് മാത്രം. എന്താണ് വിശദാംശങ്ങൾ അമൽ? മോത്തി, ബാർ ഉടമകളുടെ സംഘടനാ ഭാരവാഹികളുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു. അവിടെ നിന്നും അയച്ച ശബ്ദ സന്ദേശം എന്നുള്ള നിലയ്ക്കാണ് ഇത് പറയുന്നത്. ഇതിൽ പറയുന്നത് 2.5 ലക്ഷം രൂപ വീതം ഒരു ബാർ ഉടമ നൽകണം എന്നുള്ളതാണ്. ഈ അണക്കരയിലുള്ള ഏതൊരു ബാർ ഉടമ അത് നൽകി എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ ഇത് നൽകുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ ഈ ബാറുകളുടെ സമയം കൂട്ടുന്നതടക്കമുള്ള വിഷയങ്ങളുടെ ചർച്ച ഇപ്പോൾ സജീവമായി നടക്കുകയാണ്. നിലവിൽ 11 മണി വരെയാണ് ബാർ പ്രവർത്തിക്കാനുള്ള സമയം പറഞ്ഞിരിക്കുന്നത്. അത് 12 മണി വരെയാക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ മാസത്തിലെ ആദ്യ ദിവസം, അതായത് 1-ാം തീയതി ബാർ അടച്ചിടണം എന്നുള്ളതാണ് നിലവിലെ നിയമം. അത് മാറ്റാനുള്ള ചർച്ചകളും നടക്കുന്നു. അതായത് ഡ്രൈ ഡേ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ചർച്ചകളും നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു പണപ്പിരിവും അത് ചിലർക്ക് നൽകണം എന്നുള്ളൊരു ശബ്ദ സന്ദേശവും പുറത്തു വരുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സംഘടനയുടെ നേതാവായിട്ടുള്ള അനിമോൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നതനുസരിച്ച് കൃത്യമായ പിരിവ് നടക്കണം. നമുക്ക് ആരുമായും വലിയ ബന്ധങ്ങളില്ല. അപ്പോൾ ഈ പണം നൽകിയില്ല എങ്കിൽ കാര്യം നടക്കില്ല എന്നുള്ളതാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആധികാരികത എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പണപ്പിരിവ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും നിലവിൽ വ്യക്തതയില്ല. ഇതിൽ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ എന്ന് പറയുന്ന ആളാണ്, തിരുവനന്തപുരത്തുള്ള ആളാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു പണപ്പിരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിലത്തെ നിയമമാറ്റം അടക്കം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത്തരമൊരു ഓഡിയോ പുറത്തു വരുന്നതിനാൽ തന്നെ അതിൽ വലിയ ദുരൂഹതയുണ്ട്. ഈ നേരത്തെ ഒരു ബാർക്കോഴ വിഷയം ചർച്ച ചെയ്തു പോയതാണ്. വലിയ കലാപം കേരളത്തിലുണ്ടാക്കിയ, കോലാഹലം കേരളത്തിലുണ്ടാക്കിയ ഒരു ബാർക്കോഴ വിഷയം കഴിഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു വിഷയം ഉയർന്നു വരുന്നത്. ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന വിഷയങ്ങൾക്ക് നമ്മൾ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകാനുള്ള പല കാര്യങ്ങളുമുണ്ട്. കാരണം ഈ സമയം നീട്ടലും അതോടൊപ്പം തന്നെ 1-ാം തീയതിയും ഒരു ദിവസം ബാർ തുറന്ന് കൂടുതൽ വെക്കുകയാണെങ്കിൽ അത് ബാർ ഉടമകൾക്ക് ഉണ്ടാക്കുന്ന ലാഭം എന്ന് പറയുന്നത് ചില്ലറയല്ല. സ്വാഭാവികമായും ആ നിയമത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുകയും ചെയ്യും. അതിനാൽ തന്നെ ഇത്തരത്തിലൊരു പിരിവ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇനി പരിശോധനയും അന്വേഷണമൊക്കെ വേണ്ടത്. എന്തായാലും ഇതിൻ്റെ സംസ്ഥാന നേതൃത്വം, ഈ സംഘടനയുടെ സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലൊരു പിരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മോദി, ശരി അമൽ.